മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബ്രെഡും വെച്ചും കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. രണ്ട് ചെറിയ ക്യാരറ്റ് ചിരവി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, 2 തണ്ട് മല്ലിയില, ഇവയെല്ലാം ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. കുട്ടികൾ സ്കൂളിട്ട് വരുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് കൂടി പോവണ്ട. പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കളറ് കിട്ടൂല എന്നുള്ള, ടേസ്റ്റിനൊട്ടും കുറവുണ്ടാവില്ല. മുട്ടൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്, നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ക്യാരറ്റ്, മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായി പൊരിച്ചെടുക്കാം. ബ്രെഡും മുട്ടയും വെച്ച് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടാവുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മല്ലിയിലക്ക് പകരം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. മല്ലിയില തന്നെ ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല. പിന്നെ നമുക്ക് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നെയ്യ് പുരട്ടി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ചട്ടിയിലാണിത് ചുട്ടെടുക്കേണ്ടത്. നെയ്യ് എല്ലാ ഭാഗത്തും പുരട്ടിയതിന് ശേഷം ഓരോ ബ്രെഡ് എടുത്ത് നമ്മൾ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ മുക്കിങ്ങാണ്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കും. നെയ്യിന് പകരം ബട്ടറായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ഓയിലും അത്ര ടേസ്റ്റ് കിട്ടൂല കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സ്പൂൺ വെച്ചും കൊണ്ട് തന്നെ കുറച്ച് ക്യാരറ്റ് ചിരവിയതും സവോള ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് പരത്തി കൊടുക്കുക. ഒരു ഭാഗം റെഡി ആയതിന് ശേഷം മറിച്ചിട്ട് മറ്റേ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ചെടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചട്ടകം, സ്പൂണ്, കോർക്കൊന്നും ഇടരുത്. നമ്മൾ ഫൈബറിൻ്റെ സ്പൂണോ ചട്ടകോ പാച്ചിൽ എന്തെങ്കിലും വെച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അതാണ് ഏറ്റവും. ഇത് 2 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതും ചുട്ടെടുക്കുക. 4 മണിച്ചായൻ്റെ കൂടെ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയേണ്ട റെസിപ്പി തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക് റെഡിയായി സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.